പുതുവർഷം പിറക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കടപരിധിയും ഖജനാവും കാലി. 2023 ഡിസംബർ മാസത്തിനെടുക്കാനുള്ള പരിധി അവസാനിച്ചതോടെ സംസ്ഥാനം പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കാണ്. 21,850 കോടി രൂപയിൽ 21,800 കോടി രൂപയും സംസ്ഥാനം ഇതുവരെ കടമെടുത്തു കഴിഞ്ഞു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, പുതുവത്സര ദിന ആശംസകൾ. സംസ്ഥാനം എന്തായാലും പുതുവത്സരത്തെ വരവേൽക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ആണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, പുതിയൊരു വർഷം പിറക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് കടബാധ്യതയുടെയും അതുപോലെ തന്നെ കാലി ഖജനാവിന്റെ കഥയല്ലാതെ ബാക്കിയൊന്നും പറയാനില്ല എന്നാണ് പുതുവത്സരത്തിലും നമുക്ക് പങ്കുവെക്കാനുള്ളത്. സംസ്ഥാനത്തിന്റെ കയ്യിൽ ഇനി ആകെ കടമെടുക്കാനുള്ള കടപരിധി എന്ന് പറയുന്നത് 52 കോടി രൂപ മാത്രമാണ്. 21,850 കോടി രൂപ 9 മാസങ്ങൾക്ക് മുമ്പ് കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നു. അതിൽ 11,350 കോടി രൂപയുടെ അനുമതി മാത്രമേ നൽകിയിരുന്നെങ്കിൽ പിന്നീട് 6 മാസങ്ങൾക്ക് ഇപ്പുറം ഒരു 3,100 കോടി രൂപയും കൂടെ കടപരിധി നൽകിയിരുന്നു. പക്ഷെ അതും ഡിസംബർ മാസത്തിന് മുന്നേ തന്നെ സംസ്ഥാനം എടുത്തു കഴിഞ്ഞു. അതായത് ഇനിയിപ്പോൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഏതാണ്ട് 5 മാസമാണ് അവശേഷിക്കുന്നത്. ഈ 5 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധി എന്ന് പറയുന്നത് 52 കോടി രൂപ മാത്രമാണ്. ഇതിനോടകം തന്നെ 21,800 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കടമെടുത്തിട്ടുണ്ട്. ഇതിൽ അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനോട് ധനാഭ്യർത്ഥന നടത്തിയിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല ഘട്ടങ്ങളിലും വീഴ്ച വന്നിട്ടുണ്ട്. സ്വച്ഛ് ഭാരത് മിഷൻ, ആയുഷ് മിഷൻ, അതോടൊപ്പം തന്നെ ഈ ബ്രാൻഡിങ്ങുമായി വരുന്ന ലൈഫ് പദ്ധതി മിഷൻ തുടങ്ങിയ ബ്രാൻഡിങ്ങുമായി വരുന്ന ഏതാണ്ട് 4ഓളം പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ മൂലം സംസ്ഥാനത്ത് നടപ്പിലാകാതെ അതോടൊപ്പം തന്നെ ആ പദ്ധതികൾക്ക് ഒരു വീഴ്ചയും സംഭവിച്ചത്. ഈ വീഴ്ച ചൂണ്ടിക്കാണിച്ച് കേന്ദ്ര ധനമന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര ധനവകുപ്പ് ഈ സംസ്ഥാന ധനവകുപ്പിനോട് പലതവണ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നും ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്നും പിന്മാറണമെന്നൊരു ആവശ്യമാണ് അറിയിച്ചത്. പക്ഷെ അതിലുപരി ഒരു വിശദീകരണം എന്ന ഘട്ടത്തിലൊക്കെ സംസ്ഥാന സർക്കാരിന് പോകാനായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനം ഇപ്പോൾ കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ വർഷത്തിൽ ഓണത്തിന് മുന്നോടിയായും ഓണത്തിന് പിന്നോടിയായി ഏതാണ്ട് 6 തവണയോളമാണ് സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലേക്കും പിന്നീട് ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിലേക്കും പോയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഒരു ചരിത്രം എടുക്കുവാനുള്ള സമയത്ത് ഒരു ട്രഷറി നിയന്ത്രണം 5 ലക്ഷം രൂപ എന്ന ടോക്കൺ സംവിധാനത്തിലേക്ക് പോലും പോയിട്ടില്ല. പക്ഷേ ഓണത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 2 തവണയാണ് ട്രഷറി നിയന്ത്രണത്തിൽ 5 ലക്ഷം രൂപ ടോക്കൺ പരിധിയിലേക്ക് പോയത്. അപ്പോൾ അത്തരത്തിലുള്ള ധനപ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ വിവിധ ധൂർത്തുമായി സംബന്ധിക്കുന്ന വിവിധ പദ്ധതികളും അതോടൊപ്പം തന്നെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട നവകേരള സദസ് ഉൾപ്പെടെയുള്ള ധൂർത്ത് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത്. ഈ നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ കോടിക്കണക്കിന് രൂപയാണ് ഏതാണ്ട് ഈ നവകേരള സദസ്സിനും അതോടൊപ്പം തന്നെ കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി ധൂർത്ത് കളഞ്ഞത്. 100 കോടി രൂപയോളം കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കായി ധൂർത്തടിച്ചു കളഞ്ഞു. അതിനുശേഷം പിന്നീട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് ലക്ഷ്യം വെച്ചിരുന്നതെന്ന് പറയുന്നത് ലോട്ടറിയിലും മദ്യത്തിലുമായിരുന്നു. ഓണം കഴിയുന്ന സമയത്ത് ഏതാണ്ട് 700 കോടി രൂപ മദ്യത്തിൽ നിന്ന് ലാഭം ലഭിച്ചിരുന്നുവെങ്കിൽ പക്ഷേ ആ ഒരു തുകയും സംസ്ഥാന സർക്കാരിന് ഏതൊരു മേഖലയിലും ചിലവഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ക്രിസ്മസ് ആയിരുന്നു ഒരു പ്രതീക്ഷ. ക്രിസ്മസിന് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും അധിക വരുമാനം ലഭിച്ചിട്ടില്ല. ഓണം ബമ്പറിൽ നിന്നും മൺസൂൺ ബമ്പറിൽ നിന്നും അധിക വരുമാനം ലഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ മാസം കടന്നു പോവുകയാണെങ്കിൽ ഏതാണ്ട് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടക്കുന്നതിനായി 5,100 കോടി രൂപ സംസ്ഥാന സർക്കാർ ആവശ്യമുണ്ട്. കൂടാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് 900 കോടി രൂപ ആവശ്യമുണ്ട്. ഏതാണ്ട് 5 മാസമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. അതിൽ 1 മാസത്തെ പെൻഷൻ മാത്രമാണ് ഈ കഴിഞ്ഞ മാസം കൊടുത്തത്. അതായത് 4 മാസത്തെ സാമൂഹ്യ പെൻഷൻ ഇനത്തിൽ മുടങ്ങിക്കിടക്കുന്നത്. കൂടാതെ തന്നെ KSRTCയിലെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട്. മറ്റ് ആശ്രിത പെൻഷനുകളും മുടങ്ങിക്കിടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5 മാസം ഇനി തള്ളി പോവുകയാണെങ്കിൽ
കേന്ദ്രത്തിന് വിശദീകരണമായ അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഉതകുന്ന രീതിയിലുള്ള വിശദീകരണം കൊടുത്താൽ മാത്രമേ ഒരു കടപരിധി അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 3000 കോടി രൂപയെങ്കിലും കടമെടുക്കാനുള്ള ഒരു അനുമതി നൽകത്തുള്ളൂ. കിഫ്ബി, വിഴിഞ്ഞം തുടങ്ങിയ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായിട്ടും ധനസഹായം ആവശ്യപ്പെട്ടതെങ്കിലും കിഫ്ബിയിലെ പദ്ധതികൾക്ക് ഒരു വിശ്വസ്തതയും ഒരു സ്വീകാര്യതയും ഇല്ലായിരുന്നു. കിഫ്ബിയിലെ അനുവദിക്കുന്ന പണം എങ്ങോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ച വന്നു. പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് വലിയ രീതിയിലുള്ള ധനപ്രതിസന്ധിയിൽ ഉഴലുമ്പോഴും കൃത്യമായ ദിശാബോധമില്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു സർക്കാരിൻ്റേത് എന്നതിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ധൂർത്ത് തന്നെയായിരുന്നു എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഏറ്റവും വലിയ വിമർശനം. പക്ഷേ അതിന് തടയിടുന്ന ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ധൂർത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം. സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ, കൃത്യമായ ദിശാബോധമില്ലായ്മ, എങ്ങനെ സാമ്പത്തിക കാര്യങ്ങൾ ചിലവഴിക്കണം എന്നുള്ളതിൻ്റെ യാതൊരു അടിസ്ഥാന തത്വങ്ങളും പാലിക്കാതെയുള്ള ഒരു മുന്നോട്ടു പോക്ക് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇനി എന്തായാലും വരുന്ന ദിവസങ്ങൾ എത്രത്തോളം രൂക്ഷമായ പ്രതിസന്ധിയിലേക്കും അതോടൊപ്പം സർക്കാരിനെ കുരുക്കിലാക്കുന്ന ഒരു ദിവസങ്ങളിലേക്കും ആയിരിക്കും പോവുക ടിൻറ്റു? തീർച്ചയായും രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കെൽപ്പില്ലായ്മ തന്നെയാണ് നമുക്കിവിടെ എടുത്തു പറയുന്നത്. ഈ വരുന്ന 5 മാസം, അതായത് ഈ വരുന്ന 5 മാസമെങ്കിലും സംസ്ഥാനത്തെ കടപ്രതിസന്ധിയിൽ നിന്നും പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിന്റെ പക്കൽ ഇപ്പോൾ തുക ഇല്ല, ഖജനാവ് കാലി എന്ന് വേണം പറയാൻ. അതിൽ ഏറ്റവും അവസാനമായി എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് 2 മന്ത്രിമാർ വകുപ്പ് മാറി. അതായത് അഹമ്മദ് ദേവർകോവിലും അതോടൊപ്പം തന്നെ ആന്റണി രാജുവും വകുപ്പ് മാറിയിട്ടുണ്ട്. അതായത് 26ഓളം ഉദ്യോഗസ്ഥർക്കാണ് ഇനി ഇവർക്ക് ആയുഷ്കാലം പെൻഷനും അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ നൽകേണ്ടത്. അതാണ് ഏറ്റവും അവസാനമായി വന്നു നിൽക്കുന്ന ഒരു ധൂർത്തെന്ന് പറയാൻ സാധിക്കുന്നത്. പിന്നെ വരുന്നത് മുന്നോടിയായി നടന്നിട്ടുള്ള നവകേരള സദസ്സ്, കേരളീയം തുടങ്ങിയ സർക്കാരിന്റെ അനാവശ്യ പദ്ധതികൾ. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടത്തുന്ന പല പദ്ധതികളും പ്രൈവറ്റൈസ്ഡ് സ്ഥാപനങ്ങൾ കൊണ്ട് ബ്രാൻഡിങ്ങിലാണ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നും പണം അല്ലെങ്കിൽ ഖജനാവിൽ നിന്നും പണം എടുത്തുകൊണ്ടൊരു പരിപാടികളിലേക്കൊന്നും കടക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം പ്രധാനമായിട്ട് പറയാം. അതോടൊപ്പം തന്നെ വകുപ്പുകളിലെ മറ്റു വകുപ്പുകളിലേക്കുള്ള നിയന്ത്രണങ്ങൾ, ധനം നൽകുന്നുള്ള നിയന്ത്രണങ്ങൾ, ജല അതോറിറ്റിക്ക് നൽകാനുള്ള പണം, അതോടൊപ്പം തന്നെ KSEBക്ക് നൽകാനുള്ള വിഹിതം ഒരു 6 മാസത്തോളം കാലമായി ഈ തുകകളൊന്നും നൽകുന്നില്ല. പക്ഷേ പല മേഖലയിലും സംസ്ഥാനം വെട്ടിച്ചുരുക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. പക്ഷേ അത് ഈ കേന്ദ്രത്തിനോട് ഇത് എങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അധിക വരുമാനം ആവശ്യപ്പെടുമെന്നൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണുന്നത്. ഒരുപക്ഷെ കിഫ്ബിയെയും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം പദ്ധതിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇനി അധിക ലാഭം അല്ലെങ്കിൽ ഇനി അധിക തുക കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും PPP മോഡലിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതെന്തായാലും സ്വകാര്യ വ്യക്തി പങ്കാളിത്തത്തോടെയും കേന്ദ്ര സർക്കാരിന്റെ വൈകല്യബിറ്റി ഗ്യാപ് ഫണ്ടോടുകൂടി നടത്തുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ അത് ആ ഒരു മേഖലയിലേക്ക് പോകും. ആ വിഴിഞ്ഞം പദ്ധതിയിൽ നിന്നും കിട്ടുന്ന പണം എടുത്ത് സംസ്ഥാനത്തിന് ദൂർത്തടിക്കാമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ആ ഒരു സാഹചര്യം മങ്ങുന്നതിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ കിഫ്ബി എന്ന് പറയുമ്പോൾ പല ഘട്ടങ്ങളിലും അഴിമതിയിലൂടെ കടന്നുപോയിട്ടുള്ള, പല ഘട്ടങ്ങളിലും ധനദൂർത്തിലൂടെ അതേപോലെ തന്നെ പണം വെട്ടിക്കുന്നതിലൂടെയും കടന്നുപോയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത കുറവ് ഈ ഘട്ടത്തിൽ ബാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കി. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് കേന്ദ്രത്തിനോട് കാണിച്ചുകൊണ്ട് കടമെടുക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പണം അടിയന്തര സഹായത്തിന് ആവശ്യപ്പെട്ടു. പക്ഷേ അത്തരത്തിലുള്ള സഹായം എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കഴിയില്ല. കാരണം ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാനവും കേന്ദ്രവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും കേന്ദ്ര പങ്കാളിത്തത്തോടെ നടത്തുന്ന പദ്ധതികളിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ ബ്രാൻഡിംഗ് നടപ്പിലാക്കുന്നില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വച്ഛ് ഭാരത്, അതുപോലെ തന്നെ ഈ ലൈഫ് മിഷൻ പദ്ധതി, അതുപോലെ ആയുഷ്മാൻ പദ്ധതി തുടങ്ങിയ പദ്ധതികളിലൊന്നും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടക്കുന്ന പദ്ധതികളൊന്നും സംസ്ഥാന സർക്കാർ പ്രോപ്പറായിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും അനുവദിക്കുന്ന തുക എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലായി. അപ്പം വിവിധ മേഖലകളിലാക്കി ഉപയോഗിക്കുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാകാതെ ഇനിയൊരു ഘട്ടത്തിലേക്ക് പണം അനുവദിക്കുക എന്ന് പറയുന്നത് അത് ഒരു പക്ഷേ കേന്ദ്രം ആലോചിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന 5 മാസം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാലി ഖജനാവുമായി മുന്നോട്ട് പോയേ മതിയാവൂ. അധിക പെൻഷൻ ബാധ്യതകളുണ്ട്, അധിക ക്ഷേമ പെൻഷൻ ബാധ്യതകളുണ്ട്, അതോടൊപ്പം അധികമായിട്ട് ബാധ്യതകളായിട്ടുള്ള കുറച്ച് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന അടുത്ത സാമ്പത്തിക വർഷം വരെ മുറുകുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മറ്റു കാര്യങ്ങളുമായി
പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയാൻ സാധിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ രോഹിണി. ശരി ടിൻഡു, കടമെടുപ്പ് പരിധി കൂടി അവസാനിച്ചതോടെ സംസ്ഥാനം ഖജനാവ് കാലിയിലേക്ക് പോവുകയാണത്ര. ശുഭകരമായ വസ്തുതകളല്ല പുതുവർഷത്തെ സംബന്ധിച്ച് LDF സർക്കാരിന് ഉള്ളത്. എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അത് മുന്നിലുള്ളത്. എങ്ങനെയാണ് തരണം ചെയ്യുക എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ടിൻഡു ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.